രണ്ട് വിമർശനങ്ങൾ. രാവിലെ തന്നെ നാഗ ഗോവർദ്ധന്റെ കാര്യം അദ്ദേഹം നൽകിയ ചില വിശദീകരണങ്ങളൊക്കെ കോടതിയിൽ നൽകിയത് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷമാണ് ആ കാര്യത്തിൽ കോടതി ആ വിഷയം വീണ്ടും വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. ആ ഉച്ചയ്ക്ക് ശേഷമുള്ള വാദത്തിനിടയിലാണ് രണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഒന്ന് SITക്കെതിരാണ്, രണ്ട് A1 അക്യൂസ്ഡ് 1 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരാണ്. രണ്ട് കാര്യത്തിലും കൃത്യമായി തന്നെ കോടതി ഒരു വിമർശനാത്മക സ്വഭാവത്തിലാണ് ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഹൈക്കോടതി ചോദിക്കുന്നത് ഈ ചെറിയ ഇര എന്ന് പറയുമ്പോൾ കുറെ ആളുകളെ ചെറിയ സ്പോൺസർമാരായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു. വലിയ ഭക്തിയുള്ള വലിയ ഭക്തന്മാരായ ആളുകളെ കണ്ടെത്തുകയും അവരിൽ നിന്ന് ചില സ്പോൺസർഷിപ്പ് ശബരിമലയുടെ കാര്യത്തിനായി വേണ്ടി കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ച് അതാണ് കോടതി ചോദിക്കുന്നത്. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുക ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഹൈക്കോടതി പറയുന്നത്. പത്മകുമാറിന്റെ കാര്യത്തിലും കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷെ പത്മകുമാറിനെ പോലെ ഒരാൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ കുറ്റം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി അങ്ങനെ മാത്രം അംഗീകരിക്കാൻ കഴിയില്ല. മെറിറ്റുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക എന്നാണ് കോടതി പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് SITയോടും ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം എവിടെ എത്തി, ഏതൊക്കെ നിലയിൽ മുന്നോട്ട് പോയി, ചില ആളുകളെ പിടിക്കാൻ ഇനിയും ബാക്കിയില്ലേ, ആ രൂപത്തിൽ ശങ്കർദാസിന്റെ കാര്യം ചോദിക്കുന്നത്. KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാൾ മുതൽ ആശുപത്രിയിലുള്ള ഒരു പ്രതി എന്നുള്ള നിലയ്ക്കാണോ, അതല്ല മകൻ SP ആണ് എന്നുള്ള നിലയ്ക്കാണോ? അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസവും ബന്ധപ്പെട്ട ആളുകൾ, ഇങ്ങനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ബന്ധമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും സമാന ചോദ്യങ്ങൾ, കൃത്യമായി തന്നെ ചില മുനവച്ച ചോദ്യങ്ങൾ. അതായത് മകൻ SP ആയ ഒരാൾ, ആ SP-യുടെ പിതാവ് ഒരു ബോർഡ് ഉദ്യോഗസ്ഥനാണ്, മുൻ ഈ ദേവസ്വം ബോർഡിന്റെ അംഗമാണ്. അങ്ങനെ ഒരാളെ മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാൾ മുതൽ അയാൾ ആശുപത്രിയിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരാളെ പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് SITയോട് കോടതി വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് ബെഞ്ചാണെന്ന് ഓർക്കണം. ഈ കേസ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിന്റെ വളരെ വിശദമായ ഡീറ്റെയിൽസ് കേൾക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. പക്ഷേ ഇത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് A ബദ്രുദ്ദീന് മുന്നിലുള്ള ഒരു സിംഗിൾ ബെഞ്ചിന് മുന്നിലുള്ള ജാമ്യാപേക്ഷകളിൽ കോടതി ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. അജി.